12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതികളിൽ CBSEയോട് വിശദീകരണം തേടി വിദ്യാഭ്യാസ മന്ത്രാലയം. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിലെ സാങ്കേതിക തടസ്സം എത്രയും വേഗം പരിഹരിക്കാൻ CBSEക്ക് നിർദ്ദേശവും നൽകി. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധിയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഇടപെടൽ. വെബ്സൈറ്റിലെ സാങ്കേതിക പിഴവിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ട് സംബന്ധിച്ചും വിദ്യാഭ്യാസ മന്ത്രി CBSEയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടി. വെബ്സൈറ്റ് പരിപാലിക്കുന്ന ഏജൻസിയെ സംബന്ധിച്ചും വിവരങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. നിലവിലെ പ്രശ്നങ്ങളിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് മുന്നോടിയായി ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പെടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനിടെയാണ് വെബ്സൈറ്റിൽ വ്യാപകമായ സാങ്കേതിക പ്രശ്നം നേരിട്ടത്. ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി അപേക്ഷ നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ 5 ദിവസമായി സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു വിഷയത്തിന്റെ ഉത്തരക്കടലാസ് എടുക്കാനുള്ള ഫീസ് 100 രൂപയാണെന്നിരിക്കെ ഓൺലൈനിൽ 69,420 രൂപ കാണിക്കുന്നെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. അതേസമയം ഫീസ് അടച്ചിട്ടും ഉത്തരക്കടലാസിന്റെ പകർപ്പ് നിരവധി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ച ഉത്തരക്കടലാസിന്റെ പകർപ്പുകളിൽ വ്യക്തതയില്ലെന്നും വിദ്യാർത്ഥികൾ വ്യാപകമായി ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. വിഷയത്തിൽ CBSEയിൽ നിന്നും ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല. വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഗണിച്ച് സമയപരിധി നീട്ടുമെന്നാണ് CBSE വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.